ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവിന് കാർ ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൂടി വരികയാണെന്നുള്ളത് ഗിരിക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ മഞ്ജുവിൻ്റെ മനസ്സിലുള്ള ആ ചെറിയ പേടിയൊന്ന് മാറ്റിയെടുക്കാം. എന്നാൽ മഞ്ജു നന്നായിട്ട് തന്നെ കാർ ഓടിക്കുന്നുണ്ട്, മഞ്ജുവിന് അതിന് കഴിയും എന്നൊക്കെ ഗിരിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും മഞ്ജുവിനെ കൊണ്ട് കാർ ഓടിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് ഗിരി. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മഞ്ജു സ്റ്റേഷനിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഗിരി അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗിരി ചോദിക്കുകയാണ്, അല്ല ഇന്ന് കാർ ഓടിച്ചിട്ടല്ലേ നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട ഗിരിയേട്ടാ, എനിക്കിപ്പോഴും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, ഇപ്പോഴും ശരിക്കങ്ങ് പ്രാക്ടീസ് ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിനെന്താ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്തായാലും എനിക്ക് ബാറിലേക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് മഞ്ജുവിനോട് ഗിരി പറയുകയാണ്. അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടിയിട്ട് കാർ ഓടിച്ച് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഭാനുമക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞാറ്റയും മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, ഇപ്പോൾ രണ്ടുപേരും കൂടി എല്ലാ ദിവസവും കാർ ഓടിച്ചിട്ടാണല്ലോ പോകുന്നത്, ഇങ്ങനെയാണെങ്കിൽ മഞ്ജു ഇപ്പോൾ കാർ ഓടിക്കലും നന്നായിട്ട് തുടങ്ങുമല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ കുഞ്ഞാറ്റയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാനുമ്മയോട് പറയുന്നുണ്ട്, എന്തിനാണ് ഇവളെ ഇങ്ങനെയൊക്കെ അഴിച്ചു വിടുന്നത്, ഭാനുമ്മ ഇനിയെങ്കിലും ഇവളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെട് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഗിരിക്ക് സംശയം വരില്ല കുഞ്ഞാറ്റെ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ തന്നെയാണ് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടെ. അപ്പോഴത്തേക്കും അവിടേക്ക് സ്വപ്ന കൂടി വരികയാണ്. അപ്പോൾ സ്വപ്നയ്ക്കാണെങ്കിലോ ദേഷ്യം ഇങ്ങനെ വരികയാണ് കേട്ടോ. സ്വപ്നയ്ക്ക് ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയില്ലല്ലോ, നിനക്കൊരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഗിരി കളിയാക്കിയത്, ആ ഒരു ദേഷ്യമൊക്കെ സ്വപ്നയുടെ മനസ്സിലുണ്ട്. മഞ്ജുവിനെ സ്വപ്ന കളിയാക്കിയത് കൊണ്ടാണ് ഗിരി അങ്ങനെ പറഞ്ഞത്. നിനക്ക് ലൈസൻസ് ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്, നിന്റെ പേടി കാരണം നിനക്ക് കാർ ഓടിക്കാൻ പോലും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്ന മഞ്ജുവിനെ കളിയാക്കിയത് കൊണ്ടാണ് ഗിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഗിരി അങ്ങനെ പറഞ്ഞതോടുകൂടി സ്വപ്നയുടെ മനസ്സിലേക്ക് ദേഷ്യം കൂടി വരികയാണ്. അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടിയിട്ട് കാർ ഓടിച്ച് പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് മഞ്ജു ഇറങ്ങി പോവുകയാണ്. അവിടുന്ന് പിന്നെ ഗിരിയും ഗിരിയുടെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. ഈ സമയത്ത് സ്വപ്നയാണെങ്കിലോ ശാലിനിയെ വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മഞ്ജു ഇങ്ങനെ കാർ ഓടിക്കുന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. മഞ്ജുവും ഗിരിയേട്ടനും ഇപ്പോൾ കൂടുതൽ അടുക്കുകയാണ്. ഇപ്പോൾ ഗിരിയേട്ടൻ മഞ്ജുവിനെ കാർ ഓടിപ്പിക്കലും പഠിപ്പിച്ചു, ഇപ്പോൾ അവളുടെ പേടിയൊക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കേട്ടോ സ്വപ്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇങ്ങനെ പോയാൽ മഞ്ജുവിനെയും ഗിരിയേട്ടനെയും ഒരിക്കലും പിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്ന ശാലിനിയെ വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ശാലിനി സ്വപ്നയോട് പറയുന്നുണ്ട്, ഇന്നത്തോടു കൂടി അവളുടെ കാർ ഓടിക്കലൊക്കെ നിർത്തിത്തരാൻ ഞാൻ അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വപ്നയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം ശാലിനി ഒരു ഗുണ്ടയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരിയുടെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് മഞ്ജു ആണ് ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായും അപകടം ഉണ്ടാവും, അതോടുകൂടി പിന്നെ മഞ്ജുവിന് ഉറപ്പായിട്ടും കാർ ഓടിക്കാനുള്ള ആഗ്രഹം ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നൊക്കെയാണ് സ്വപ്ന മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ മഞ്ജു ഡ്യൂട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഗിരി വിളിക്കുകയാണ് കേട്ടോ മഞ്ജുവിനെ, നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞോ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജുവിനെ ഗിരി വിളിക്കുന്നത്. ആ സമയത്ത് മഞ്ജു പറയാണ്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എന്നെ അവിടേക്ക് വിളിക്കാൻ വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഗിരി കാർ ഓടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ, മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കാർ പാർക്ക് ചെയ്ത ശേഷം ഗിരി കാർ ലോക്ക് ചെയ്തിട്ട് മഞ്ജുവിനെ വിളിക്കാൻ വേണ്ടി മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ശാലിനി ഏർപ്പാടാക്കിയ ഗുണ്ട ആരും കാണാതെ വരികയാണ്. എന്നിട്ട് കാറിൻ്റെ ബ്രേക്ക് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും തന്നെ ഗിരി അറിയുന്നില്ല. അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടിയിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഗിരി ആ സമയത്ത് മഞ്ജുവിനോട് പറയുകയാണ്, ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ, നീ അങ്ങോട്ട് പോകുമ്പോഴും മഞ്ജു നീ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞ് കാറിൻ്റെ കീ മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് കാറിന് ഒരു പ്രശ്നവുമില്ല എന്ന് ഗിരിക്ക് അറിയാം. കാരണം ഗിരി വണ്ടി ഓടിച്ച് വന്ന സമയത്ത് ബ്രേക്കും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മഞ്ജു ആണ് ഓടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ മഞ്ജു കാർ ഓടിച്ച് ഗിരിയും മഞ്ജുവും കൂടി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ഗുണ്ട ഇങ്ങനെ മറഞ്ഞിരുന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ വിളിക്കുകയാണ് കേട്ടോ. മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാറിൻ്റെ ബ്രേക്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശാലിനിയോട് ഈ ഗുണ്ട ചെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഇന്നത്തോടു കൂടി അവളുടെ കാർ ഓടിക്കാനുള്ള ആഗ്രഹം അവസാനിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയാണ്. എന്നിട്ട് മഞ്ജുവും ഗിരിയും കൂടി കാർ ഓടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു വളവ് വരുമ്പോൾ മഞ്ജു ബ്രേക്ക് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. ബ്രേക്ക് പിടിക്കുന്ന സമയത്താണ് മഞ്ജുവിന് മനസ്സിലാകുന്നത്, ഗിരിയേട്ടാ ഇത് ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ബ്രേക്കിനൊന്നും ഒരു കുഴപ്പവുമില്ല, ഞാൻ ഇത്രയും നേരം ഓടിച്ചു വന്നതല്ലേ, നീ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ, അല്ല ഗിരിയേട്ടാ എനിക്ക് ബ്രേക്ക് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഞ്ജുവിന് അങ്ങ് വെപ്രാളം വരികയാണ്. അപ്പോൾ എന്താ മഞ്ജു നീ പറയുന്നത്, അതെ ഗിരിയേട്ടാ ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ വണ്ടി
വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും ഗിരിക്കും വെപ്രാളം വരികയാണ്. അങ്ങനെ മഞ്ജു വേറൊരു പോസ്റ്റിൽ പോയിട്ട് കാർ ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്തേക്കും അവിടെ നിന്നും വെട്ടിക്കുകയാണ് കാറ്. എന്നിട്ട് പെട്ടെന്ന് ഒരു മതിലിൽ പോയിട്ട് ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കാറ്. അപ്പോഴത്തേക്കും മഞ്ജു ബ്രേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഗിയർ ഡൗൺ ചെയ്ത് ഹാൻഡ് ബ്രേക്ക് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും മഞ്ജുവും ഗിരിയും രക്ഷപ്പെടുകയാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ ബുദ്ധിപരമായ ഒരു പ്രവൃത്തി കണ്ട് ഗിരി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇത്രയും വലിയൊരു പ്രവൃത്തി കൊണ്ട് മഞ്ജുവിൻ്റെ ഈ ധൈര്യത്തിൻ്റെ മുന്നിൽ ഗിരി ആകെ അന്തം വിട്ടു പോവുകയാണ്. അപ്പോൾ മഞ്ജുവിൻ്റെ മനസ്സിലുള്ള ഉപബോധ മനസ്സിലുള്ള പേടിയെല്ലാം മാറി വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഗിരിക്ക് ആ സമയത്ത് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജുവിനെ ഗിരി അങ്ങ് പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നുമാണ് മഞ്ജുവും ഗിരിയും രക്ഷപ്പെട്ടത്. ഇതറിയുന്ന ശാലിനി ആകെ അന്തം വിടാൻ പോകുന്നുണ്ട്. എന്തു പറ്റി, അവർക്ക് എന്തുകൊണ്ട് അപകടം വന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ശാലിനി പിന്നീട് ചിന്തിക്കാൻ പോകുന്നത്. മഞ്ജു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നുള്ളത് ശാലിനി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കാറൊക്കെ ശരിയാക്കിയ ശേഷം മഞ്ജുവും ഗിരിയും ആ കാറിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ മഞ്ജു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ഭാനുമ്മയുടെ മുന്നിൽ വെച്ച് ഗിരി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്വപ്ന തന്നെ അന്തം വിട്ടു പോവുകയാണ്. അങ്ങനെ സ്വപ്നയും ശാലിനിയും കൂടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള കാര്യം മഞ്ജുവിനും മനസ്സിലാവുകയാണ്. അങ്ങനെ സ്വപ്നയ്ക്ക് മഹിമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്ന കരയുന്നൊക്കെ മഹിമയുടെ കയ്യിൽ നിന്നും അടി കിട്ടുമ്പോൾ ആ സമയത്ത് മഹിമയോട് പറയുന്നുണ്ട്, ഇക്കാര്യം നീ ഏട്ടനോട് ഒരിക്കലും പറയരുത്, ഗിരിയേട്ടൻ അറിയരുത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മഹിമയോട് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഹിമ ഒരു പരുവമാക്കുന്നുണ്ട്, സ്വപ്നയെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട്. അങ്ങനെ മഹിമയുടെ കയ്യിൽ നിന്നും സ്വപ്നയ്ക്ക് കണക്കിന് കിട്ടുകയാണ്. പിന്നീട് ശാലിനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഞ്ജു ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ ശാലിനിയുടെ തലക്കിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാലിനിയുടെ മുടിക്കങ്ങ് കുത്തിപ്പിടിച്ചിട്ട് മഞ്ജു ശാലിനിയുടെ തല കാറിൻ്റെ ഡിക്കിയുടെ അവിടെ പോയിട്ട് അങ്ങ് ഒരു ഇടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോട് കൂടിയിട്ട് ശാലിനിക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി കരഞ്ഞുകൊണ്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യില്ലേ മഞ്ജു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി മഞ്ജുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നൊക്കെ ഉണ്ട്.